ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പ് 10-ൻ്റെ അന്നത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റായി പോയി വ്ളോഗ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ മോർണിംഗ് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒന്ന് ഫ്രഷായി കോളേജിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ചെറുതായിട്ട് സമയം ഒന്ന് ലേറ്റ് ആയതുകൊണ്ട് സ്പീഡിലാട്ടോ നടക്കുന്നത്. പക്ഷെ എന്താ പറയുക, ബസ്സിനെ കാണണില്ല കേട്ടോ. സാധാരണ രീതിയിൽ ലേറ്റായി കഴിഞ്ഞാൽ ബസ് നേരത്തെ എത്താറാണ് പതിവ്. പക്ഷേ ഇപ്രാവശ്യം എന്താ പറ്റിയെന്നറിയില്ല, ഞാൻ ലേറ്റായിട്ടാണ് വന്നത്, അതുപോലെ ബസ്സും ലേറ്റായിട്ടാണ് വന്നത്. അങ്ങനെ കുറച്ച് സമയം ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ ബസ്സൊക്കെ വന്നു, ബസ്സൊക്കെ കയറി നമ്മളെ കോളേജിൻ്റെ റോഡ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, വേഗം കോളേജിലേക്ക് പോവാം. കോളേജിൽ പിന്നെ കുറച്ച് നേരത്തെ എത്തുന്നത് കൊണ്ട് തന്നെ സമാധാനത്തിൽ പോയാൽ മതി. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് ഇതിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ക്ലാസ്സിലെത്തിയിട്ടുണ്ട്. ക്ലാസ്സിൽ എന്നത്തെയും പോലെ തന്നെ ഒറ്റക്കാണ്. അങ്ങനെ കുറച്ച് സമയം ഫോണൊക്കെ നോക്കി റീൽസൊക്കെ നോക്കി ഇരുന്ന് കേട്ടോ. ഇനി നമുക്ക് ഈവനിങ് കാണാം. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ടേക്ക് പോവാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടയേർഡാണ്. അങ്ങനെ ഇതാ ബസ്സൊക്കെ കയറി എൻ്റെ വീട്ടിൻ്റെ ഇവിടെ എത്താനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തിരി സമാധാനമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോയിക്ക് നമുക്ക് വേഗം കിടന്നുറങ്ങാമല്ലോ. അങ്ങനെ ഇതാ എൻ്റെ നാട്ടിൽ എത്തിയിട്ടോ. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ തന്നെ കുറച്ച് സമയം ഒന്നിരുന്നു. അതിന് ശേഷം ഫ്രഷ് ആവാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് ഡ്രസ്സൊന്നും കാണില്ല ഗൈസ്. അങ്ങനെ ഇതാ മുകളിലേക്ക് വന്നിട്ട് എൻ്റെ ഡ്രസ്സ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ചധികം ഡ്രസ്സൊക്കെ കണ്ടതുകൊണ്ട് എല്ലാം അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പോയിട്ട് ഫ്രഷ് ആവും. അങ്ങനെ ഫ്രഷായിട്ട് നേരെ കിച്ചണിലോട്ടേക്ക് പോയതാണ്. അപ്പോൾ ഇതാ ഇവിടെ എന്തെല്ലോ ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഉള്ളിവടയാട്ടോ. കുറച്ച് ഈസി ആയിട്ടുള്ള ഐറ്റംസാണ് ഇന്ന് ഉണ്ടാക്കിയതെന്ന് തോന്നുന്നു. ഫസ്റ്റ് തന്നെ ഉള്ളിവടയാണ് കണ്ടത്. പിന്നെ എനിക്കൊരു ടാസ്ക് വന്നു, ഈ പഴം വെച്ചിട്ട് കായപ്പോടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു വൈ നോട്ട്, ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അങ്ങനെ ഇതാ പഴമൊക്കെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി പരിപാടിയൊക്കെ ചെയ്യാം. അങ്ങനെ ബാക്കി പരിപാടിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് വാങ്ങി കൊടുക്കേണ്ട ടൈം ആയതുകൊണ്ട് ഇതാ വേഗം എല്ലാ ഐറ്റംസും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഉള്ളിവട, ഇറച്ചിവട, കായ്പോളൊക്കെയാണ്. പിന്നെ ലൈമുണ്ട്, മുന്തിരി ജ്യൂസ് ഉണ്ട്. മതി, ഇത്രയൊക്കെ മതിയില്ലേ. അങ്ങനെ ഇതാ അതൊക്കെ കഴിച്ച് നോമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഞാനിതാ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്, അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, ഡയറിയാണ്. ഞാൻ കുറേ നാളായി ഡയറി വാങ്ങണം എന്ന് വിചാരിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഡയറിയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ജസ്റ്റ് കണ്ടപ്പോൾ എടുത്തു, അത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാ വേറൊരു നല്ല ഡയറി മേടിക്കണം. ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ഡയറി മേടിച്ച കേട്ടോ. അങ്ങനെ ഞാൻ അതിൽ കുറച്ച് എനിക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ കണ്ടൻസ് ആവട്ടെ, കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ YT റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. YT മീൻസ് യൂട്യൂബാണ്. അപ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ മൈ ഡ്രീംസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഡ്രീംസിൽ കാര്യമായിട്ടൊന്നും എഴുതിയില്ല കേട്ടോ, ഹെഡിങ് മാത്രം ഇട്ട് വെച്ചാണ്. അപ്പോൾ അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട്. അങ്ങനെ കുറച്ച് സമയം ഞാൻ കണ്ടൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് അസൈൻമെൻറ്റ് എഴുതാനുണ്ട്, നമുക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. സോ അങ്ങനെ ഞാൻ A4 ഷീറ്റിൽ മാർജിൻസ് വരക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അസൈൻമെൻറ്റ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ടൈം ആകുമ്പോഴത്തേക്ക് ഒരു ഓട്ടമായിരിക്കും അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ എഴുതാൻ വിചാരിച്ചു. അങ്ങനെ എന്താ പറയുക, കുറച്ച് മാർജിനും കാര്യങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എഴുതാൻ ഇന്നൊരു മൂഡില്ല. ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നാളത്തേക്ക് മാറ്റാമെന്ന്. നമുക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും അതിനോടൊരു ഇൻട്രസ്റ്റ്, ഒരു താല്പര്യം വേണമല്ലോ, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എനിക്കങ്ങനെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചു. പിന്നെ ഇതാ ഡാർക്ക് ഫാൻറ്റസീൻ്റെ ചോക്കോനട്ട് ഫിൽസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ വിചാരിച്ചു. ഇത് ഞാൻ വിചാരിച്ച പോലെ ഇല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. മീൻസ് ഡാർക്ക് ഫാൻറ്റസീൻ്റെ ഒരു ചോക്ലേറ്റ് മാത്രമേ ഉള്ളത് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഈ നട്ട്സൊക്കെ വരുന്നത് ഫസ്റ്റ് ടൈം ആട്ടോ കഴിക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഞാൻ പിന്നെ കാര്യമായിട്ട് വേറെ ഫുഡ്സൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ കുറച്ച് സമയം കൂടി ഇതുപോലെ ഇങ്ങനെ പുറത്തിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.